ദിവസം കഴിഞ്ഞ് പിന്നെ ഒരിക്കലും ഞാനത് എടുത്തിട്ടില്ല. പക്ഷെ ഇന്നൊടുക്കണം. അല്ലെങ്കിൽ ഇനി ഒരിക്കലും അതിന് കഴിഞ്ഞില്ലെങ്കിലോ. എന്നാ പിന്നെ ഇറങ്ങാല്ലേ? ഞാനൊന്ന് റെഡി ആവട്ടെ. എന്നാൽ ഈ നിന്ന നിൽപ്പിൽ അമ്പലത്തിൽ പോണെന്ന് എന്താ ഇത്ര വാശി? ഞാൻ പറഞ്ഞില്ലേ ദത്തേട്ടാ, എനിക്ക് അവിടെ ഒരു വഴിപാടുണ്ട്. അതിന് നീ മാത്രം പോയാ പോരെ? അല്ലെങ്കിൽ മുത്തശ്ശിയോ ഗോമതേച്ചിയോ ആരെങ്കിലും വിളിച്ചോണ്ട് പോയാ പോരെ? അയ്യോ, അത് പറ്റില്ല. ഇത് കുടുംബത്തിന്റെ ഐശ്വര്യത്തിന് വേണ്ടി ചെയ്യുന്നൊരു പൂജയാ. ഓ, നമ്മള് രണ്ടുപേരും നിർബന്ധമായിട്ടും ഉണ്ടാവണം. അങ്ങനെയാണോ? അതെ. പിന്നെ ദത്തേട്ടൻ ഈ വേഷം ഇട്ടോണ്ട് വേണം അമ്പലത്തിലേക്ക് വരാൻ. അല്ല, ഇതെന്താ? നമ്മുടെ കല്യാണ വേഷം. അല്ല, അത് മനസ്സിലായി. പക്ഷെ ഇതെന്തിനാ? ഇതിനിപ്പോ എന്താ കുഴപ്പം? നല്ല അടിപൊളി വേഷമല്ലേ? വേഷമൊക്കെ അടിപൊളിയാ. പക്ഷെ ഇപ്പൊ നമ്മൾ ഇതിട്ട് നടന്ന ആൾക്കാരെന്ത് വിചാരിക്കും? ആളുകൾ കാണിക്കാനല്ലല്ലോ, ദൈവത്തിന് വേണ്ടിയല്ലേ നമ്മൾ ചെയ്യുന്നത്. ദത്തേട്ടൻ മാത്രമല്ല, ഞാനും ഇന്ന് ഈ കല്യാണ സാരി ഉടുക്കുന്നത്. ഈശ്വര. അതെ, ഈശ്വരന് വേണ്ടിയുള്ള സമർപ്പണമാണ്. വേഗം വേഷം മാറി ഇറങ്ങാൻ നോക്ക്. എന്നാലും ഇതിന്റെയൊക്കെ ആവശ്യം ഉണ്ടായിരുന്നു മാമി. അളിയ ഇതെന്തുവാടി ഞാനീ കാണുന്നേ? പോലീസ് സ്റ്റേഷനിൽ പ്രച്ഛന്ന വേഷ മത്സരം വല്ലതും ഉണ്ടോ? അയ്യോ അല്ല മുത്തശ്ശി, ഞങ്ങള് അമ്പലത്തിൽ നിന്ന് പോവാ. ഈ വേഷത്തിലോ? ഇന്ന് ഞങ്ങളുടെ വിവാഹ വാർഷികമാണല്ലോ. എന്തോന്ന്? നിങ്ങളുടെ വിവാഹ വാർഷികം ജൂൺ 10-നല്ലേടി? നടത്തി തന്ന എന്നോടാ പറയുന്നേ? എന്തോന്ന് അളിയാതൊക്കെ? അതെ, ജൂൺ 10. അതല്ല, ഈ കാണിച്ചു കൂട്ടുന്നതൊക്കെ. അത് നിന്റെ പെങ്ങൊക്കെ അറിയൂ. ഒരു വഴിപാടുണ്ട്, ഈ വേഷം കെട്ടി കൂടെ വരാൻ എന്നോട് പറഞ്ഞു. അനുസരണയുള്ള ഭർത്താവായോണ്ട് ഞാൻ എതിരഭിപ്രായം ഒന്നും പറഞ്ഞില്ല. ഓഹോ, എന്നാലും ഇത് കുറച്ച് കടുത്തുപോയി കേട്ടോ. പക്ഷെ രണ്ടുപേർക്കും ഗംഭീരായിട്ട് ചേരുന്നുണ്ട്.
കല്യാണ ആൽബത്തിൽ കണ്ടതിനേക്കാളും സുന്ദരനും സുന്ദരി ആയിട്ടുണ്ട് അല്ലേ മുത്തശ്ശി? ഉം. അത് പിന്നെ അവര് പ്രേമനസീർ ശീലയല്ലേ. ഏഹേ ആ അതെ അതെ, നിത്യഹരിത നായകനും നായികയും. ഒന്ന് പോടാ അവിടുന്ന്. ആരെന്തൊക്കെ കളിയാക്കിയാലും ഈ കാര്യത്തിൽ ഞാൻ ആമിമോളുടെ കൂടെയാ. ലോകത്ത് ഒരു പെണ്ണും കാണിക്കില്ല ഈ ഔചിത്യം. ലക്ഷങ്ങൾ മുടക്കി കല്യാണവേഷം എടുത്തിട്ട് ഒറ്റ ദിവസത്തെ ഉപയോഗം കഴിഞ്ഞ് മടക്കി അലമാരയിൽ വെക്കുന്ന മണ്ടന്മാരുടെ നാടല്ലേ ഇത്. ആരെങ്കിലും ഒക്കെ ഒന്ന് അതെ. വ്യത്യസ്തരാവണ്ടേ? നിങ്ങൾ ധൈര്യമായിട്ട് പോയിട്ട് പോ മക്കളെ. ഓ പോവാം. എന്താടി, എന്തെങ്കിലും എടുക്കാൻ മറന്നോ? എന്റെ മനസ്സ് അയ്യോ, എന്താ ഇത്? എഴുന്നേക്ക് മോളെ. ഇതെന്താ മോളെ? ഒന്ന് അമ്പലം വരെ പോകുന്നതിനാണോ ഇത്രയും വലിയ ഡെക്കറേഷൻ? ആ മനസ്സിലായി മനസ്സിലായി. ഏ കല്യാണ വേഷം ഇട്ടേണ്ട ജാടയല്ലേ ചേച്ചിക്ക്? പോട്ടെ. അയ്യോ, പോയിട്ട് വരാന്ന് പറയടി പെണ്ണേ. ആഗ്രഹമുണ്ട്, പക്ഷെ സാധിക്കില്ലല്ലോ. പോയിട്ട് വരും. മുത്തശ്ശി ഡേളിയ, നാണക്കേടൊന്നും ഇല്ലല്ലോ അല്ലേ? ഹേയ്, രണ്ടുപേർക്ക് നല്ല കലക്കനടിച്ച് ചേരുന്നുണ്ട്. ആളി ധൈര്യമായിട്ട് പോയിട്ടോ. ആണല്ലേ?